ഹലോ ഗായ്സ്, അങ്ങനെ ഇന്ന് നമ്മൾ പോകുന്നത് നമ്മൾ പള്ളിക്കര ബീച്ചിലാണ്. പള്ളിക്കര ബീച്ചിലെത്തുന്നതിന് മുമ്പ് ബേക്കൽ ഫോർട്ടിലേക്കാണ് നമ്മൾ ബസ്സിൽ കയറുന്ന ആൾ ചെയ്യേണ്ടത്. അങ്ങനെ ഞാൻ മാറുന്നൊരു റിക്ഷ പിടിച്ചിട്ട് പോകണം. റിക്ഷ പിടിച്ചിട്ട് ഞാനാണ് അത് റിക്ഷ പിടിക്കുന്നത്. അങ്ങനെ നമ്മൾ എല്ലാവരും റിക്ഷയിൽ കയറി. ഇതാണ് നമ്മൾ ദുബായിന്ന് വന്ന എളിയ പോകാൻ വേണ്ടിയിട്ട് വിളിച്ച് നമ്മളെല്ലാവരും കീഞ്ഞു. അങ്ങനെ ഞമ്മ പോകുന്നുണ്ട്. ഈ കൈയിടുന്നത് നമ്മൾ മൂത്തമാൻ്റെ കുരുത്തക്കേടില്ലാത്ത മോളാണ്. കയ്യും കാലിടുന്ന പണിയാണ് നോക്കുക. ഓളെ പോലീസ് പിടിക്കുന്നത് എപ്പോന്ന് അറിയാലാവോ. അങ്ങനെ ഞമ്മ പള്ളിക്കര ബീച്ചിൻ്റെ എൻട്രലേക്ക് എത്തി. അതായത് ഈടെയാണ് ഇതിൻ്റെ ടിക്കറ്റ് എടുക്കേണ്ടത്. ഈ ടിക്കറ്റ് എടുക്കുന്ന ചെക്കന് നമ്മളെ കണ്ടിട്ടേ നട്ടിട്ടുണ്ടാവും. ഒരു റിക്ഷന്ന് എത്ര ആൾ ലോഡ് വണ്ടി കേൾക്കുന്ന കണക്കാണ് നമ്മൾ എല്ലാവരും കഴിഞ്ഞത്. അങ്ങനെ നമ്മളെ കളിയാണ് നടക്കുന്നത്, അതിൻ്റെ ബാക്കിൽ ഞമ്മ നടക്കുന്നത്. അങ്ങനെ ഞമ്മ ഫസ്റ്റ് കുറച്ച് ഫോട്ടോസ് എടുത്ത്. ഫോട്ടോസ് ആണല്ലോ മെയിൻ, അതിനാണല്ലോ ഞമ്മ പോകുന്നത്. അങ്ങനെ ഞമ്മ ഫസ്റ്റ് തന്നെ ഇവിടെ എത്തിയപ്പാടന്നെ നമ്മൾ എല്ലാത്തിനും വീഡിയോ എടുത്ത്. അങ്ങനെ ഇത് ഫസ്റ്റ് കയറുമ്പോൾ എന്തോ ഒരു പാങ്ങനവ്. ഇതാണ് എൻ്റെ മൂത്തമ്മൻ്റെ മോൾ, പിന്നെ എൻ്റെ സിസ്റ്ററും. അങ്ങനെ നമ്മൾ ഫസ്റ്റ് കയറുന്നിടത്തിന് നമുക്ക് ഇഷ്ടമില്ലാത്ത സാധനങ്ങളാണുള്ളത്. വള മാല അതൊന്നും നമുക്ക് ഇഷ്ടമില്ലല്ലോ. അങ്ങനെ ഞാൻ ഫസ്റ്റ് കയറുന്നത് തന്നെ കാണാനില്ല മീത്തുള്ളത് എന്തോ ഒരു പാങ്ങന. പക്ഷേ ഇതിപ്പോൾ അല്ല, രാത്രിയാണ് കാണാൻ പാങ്ങ. അതുകൊണ്ടാണ് നമ്മൾ മൈരിബാകുമ്പോൾ വന്നത്. അങ്ങനെ ഞമ്മ നടന്നുകൊണ്ട് പോകുമ്പോൾ ആ കാഴ്ച കണ്ടിട്ട് ഞാൻ നെട്ടിട്ടേ. കാരണം നമ്മളെ കണ്ടെത്തിയത് ഈ നാട്ടിമ്പിലെ പാമ്പുണ്ട്. എല്ലാ ദിവസവും പാമ്പിനെ കാണുന്ന ഞമ്മക്കെന്ത് ഈ ഞാനൂല് പോലത്തെ പാമ്പിനെല്ലാം കാണുമ്പോൾ എന്ത് പേടിയുള്ളത്. അങ്ങനെ ഈ ചെക്കിന് ഭയങ്കര ബൊമ്പാന്നുണ്ടായിന്. എല്ലാവരും എന്നെ നോക്കുന്നുണ്ടേ. അങ്ങനെ ഞമ്മ എല്ലായിടത്തേക്കും പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഞമ്മ പോകുന്നതൊക്കെ എങ്കിലും ബീച്ചിൽ നിന്ന് ഞമ്മ പരപര അങ്ങോട്ടാവും. ഇതാണ് ഇപ്പോൾ പുതിയ വന്നത് ഡൈനിങ് ടേബിൾ. അതായത് ആകാശത്തൊരു ഡൈനിങ് ടേബിൾ. നമുക്കൊന്നും കഴിയല്ലപ്പം ഇങ്ങനത്തത്. കാരണം ഞമ്മ ആടെ ഫുഡ് കഴിക്കുമ്പോൾ ഞാനെല്ലാം അറ്റാക്കായിട്ടുണ്ട്. പക്ഷെ നല്ല ആളുണ്ടായിൽ. അങ്ങനെ ഞമ്മ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അതിലീലി നടക്കാൻ തുടങ്ങി. അങ്ങനെ ഞമ്മ ലാസ്റ്റ് സൺസെറ്റ് എന്ന ടൈമിൽ ഞമ്മ ബീച്ചിലേക്ക് കഴിഞ്ഞിട്ട് ഞമ്മ കുറേ സമയം കടലിലെല്ലാം കളിച്ച്. പിന്നെ കുറേ ആൾക്കാരുണ്ടായിനവോ ഈടുന്ന്. ഈ കടലിൽ കളിക്കുന്ന ഒന്നും ഇവിടുത്തെ ആൾക്കാരല്ല, അധികങ്ങളും മാംഗ്ലൂരിൽ നിന്നെല്ലാം വരുന്ന ആൾക്കാരാണ്. ഓർക്കാണ് ഈ കടൽ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാകുന്നത്. അങ്ങനെ ഞമ്മ കളിക്കുന്ന ആൾക്കാരെല്ലാം ഞമ്മ നോക്കിക്കൊണ്ട് നിന്ന് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. അങ്ങനെ നമ്മളെ ഒട്ടകത്തിനെ കണ്ട്. ഇതാണ് എൻ്റെ ഒരു ഫാനാണിത്. ഓളെന്നോട് ചോദിക്കുന്നത്, ഇത് നീ ഒരു യൂട്യൂബർ അല്ലേ എന്ന്. നമുക്കൊരു പമ്പായി പോകുന്നതിനൊരു മുതലായില്ലേ. അങ്ങനെ നമ്മളെ യൂട്യൂബ് അപ്പം അത്ര ഇതാണെന്നാണ് അതിനർത്ഥം. സബ്സ്ക്രൈബിലെല്ലാം കാര്യം, വ്യൂസിലാണ് കാര്യം. അങ്ങനെ ഞമ്മ എല്ലാവരും അതിൽ നടക്കാൻ തുടങ്ങി. രാത്രി ആയതുകൊണ്ട് എല്ലാത്തിലും ഇരിക്കാൻ ആസ തുടങ്ങി. ഇതിൽ ഞമ്മ കയറാൻ ഭയങ്കര ആസയുണ്ടായി. പക്ഷെ നമ്മളെ ഉമ്മമാർ എത്ര ആയാലും കയറാൻ സമ്മതിക്കുന്നില്ല. ഞമ്മ അറ്റാക്കാവും, ഞമ്മ മരിക്കുമെന്നല്ല വിചാരിച്ച്. പിന്നെ നമ്മളെ ഉമ്മമാരെ പേടിച്ചിട്ട് ഞമ്മ കയറിയിട്ടില്ല. ബ്രേക്ക് ഡാൻസിലൊന്നും ഞമ്മ ഇരുന്നില്ല. കാരണം ഞമ്മ കുറേ ഇരുന്നിട്ട് പിടിഞ്ഞു പോയൊരു സാധനമാണ്. അങ്ങനെ നമ്മളെ കുഞ്ഞോൾസ് എല്ലാം ഈലിരുത്തി. ഓർക്കെല്ലാം പറ്റിയത് ഇതല്ലേ. അങ്ങനെ ഓർ ഈ ട്രെയിനിലേക്ക് ഇരുത്തിയിട്ട് ഞമ്മ ഇടുന്ന പ്ലാനിട്ട് നമുക്ക് തോണിയിലിരിക്കാൻ ഒരു പാങ്ങല്ലേ. അങ്ങനെ ഞമ്മ എല്ലാവരും പൈസ എല്ലാം കൂട്ടിയിട്ട് തോണിയിലിരിക്കാൻ വേണ്ടിയിട്ട് പോയി. തോണിയിൽ ഫുള്ള് മജന്നയിൽ. അങ്ങനെ ഞമ്മ തോണിയിൽ ഇരുന്നിട്ടാകുമ്പോഴേക്കാണ് കഥ. ഞമ്മ വിചാരിച്ചെന്ത് ഫുള്ള് എൻജോയ് ആക്കുക, കൂക്കലും വിളിയാക്കാന്ന്. പക്ഷെ കയറിയിട്ടായിട്ടാകുമ്പോഴേക്ക് നമ്മൾ മുമ്പിൽ തെഞ്ഞ യാ റബ്ബേ നിർത്തിയറ് കൂക്കലും വിളിയും. ഞമ്മ ഞാനും കണ്ടിട്ട് തന്നെ പേടിച്ചോയി. എന്നിട്ട് ഞമ്മ ഉണ്ടാതെ നിന്ന് കുറേ സമയം. പിന്നെ എന്താക്കലും ഞമ്മ കീയുമ്പോൾ ചെല്ലിയേ ഞാൻ നിങ്ങൾ കൂക്കല്ലേ, ഞമ്മക്കും പേടിയാന്ന്. അങ്ങനെ ഞമ്മ ഇതെല്ലാം കഴിഞ്ഞിട്ടായിട്ട് ഞമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. പിന്നെ ദാഹിക്കാൻ തുടങ്ങി. ദാഹിച്ചിട്ടായിട്ട് ഒരു തണുത്തളവത്തിന് അതിൽ നടന്നേന്. തണുത്തളവത്തിന് ലാസ്റ്റ് കിട്ടി ഒരു 10 റുപ്യൻ്റെ കുപ്പിമേ. പിന്നെ ഐസ്ക്രീം കാണുമ്പോൾ ഒരു സമാധാനമായി. ഐസ്ക്രീം കാണുമ്പോൾ ഒരു സമാധാനം തന്നെയല്ലപ്പാ. അങ്ങനെ ഞമ്മക്ക് ആടെ മറ്റേ ഈ ദുബൈയിൽ ആടെ ഇടയെല്ലാം ഉണ്ടാകുന്ന മറ്റേ ഐസ്ക്രീമിൻ്റെ ഇത് കണ്ടീന്. അങ്ങനെ ഞമ്മ അത് കുറേ സമയം നോക്കി. കാണാൻ നല്ല പാങ്ങുണ്ടാവുക കളിപ്പിക്കുന്നത്. അങ്ങനെ ഞമ്മ ആടെ കുറേ സമയം നോക്കി ഇരുന്നിട്ട് സമയം പോയത് അറിഞ്ഞിട്ട്. അങ്ങനെ രാത്രി ആയിട്ടാകുമ്പോൾ ഞമ്മ അതിന് ഞമ്മക്ക് പൊരുക്ക് പോവാം. അങ്ങനെ ഞമ്മ പൊരുക്ക് പോകുന്നത്. ബസ്സെല്ലാം കിട്ടണ്ടേ, റിക്ഷയെല്ലാം കിട്ടണ്ടേ. അങ്ങനെ ഞമ്മ പൊരുക്ക് പോകുന്നത്. ഞമ്മ പൊരുക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കീയുമ്പോൾക്ക് ഞമ്മക്ക് റിക്ഷ വേണ്ടേ. റിക്ഷയ്ക്ക് ഞമ്മ പുറത്ത് കഴിഞ്ഞിട്ട് നടക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഞമ്മ ഇങ്ങനെ നടക്കുമ്പോൾക്ക് കുറേ ആളുണ്ടായിനവോ. പക്ഷേ ഒരു രാത്രി ആയതുകൊണ്ട് കുറേ ആളുണ്ടായിട്ടാ കുറച്ചോ.
ഇങ്ങനെ ഞമ്മ എല്ലാവരും നടക്കുമ്പോൾ ഒരു കപ്പിൾ, ഞാൻ വിചാരിച്ച ഈ കപ്പിൾസിൻ്റെ വീഡിയോസ് എടുക്കാം. കപ്പിൾസ് രണ്ടാൾ എന്തോ പറയുന്നുണ്ട്, എന്തെന്നറിയില്ല, എന്തോ കാര്യമായിട്ട് പ്ലാൻ ആക്കുന്നുണ്ട്. അങ്ങനെ ഞമ്മ എന്താക്കി ഓരോ വീഡിയോ എടുത്തിട്ട് ഓർക്ക് അറിഞ്ഞിട്ടാണ് വീഡിയോ എടുത്തത്. അങ്ങനെ ഞമ്മ ഓരോ വീഡിയോ എടുത്തിട്ട് ഞമ്മ റിക്ഷയിൽ കയറാൻ വേണ്ടിയിട്ട് പോയി. അൽഹംദുലില്ലാ ഞമ്മക്ക് പെട്ടെന്ന് റിക്ഷ കിട്ടി. റിക്ഷ കിട്ടിയപ്പോൾ ആട് ഞമ്മ അതൊക്കെ എല്ലാവരും എങ്ങനെയല്ലോ ഇരുന്ന് മടിയിലെല്ലാം ഇരുന്നിട്ടായിട്ട് അഡ്ജസ്റ്റ്മെൻ്റ് ആക്കിയിട്ട് ഞമ്മ എന്താക്കുന്നത് ബസ് സ്റ്റാൻഡിൽ കഴിയാൻ. ബസ് സ്റ്റാൻഡിലാണ് കീയേണ്ടത് നെക്സ്റ്റ്. അങ്ങനെ ഞമ്മ കയറിയെടുത്ത് തന്നെ കീയാൻ വേണ്ടി ചെയ്യാം. ഇതാണ് നമ്മളെ ഇന്നൂസ് ഓൾവേസ് സ്മൈൽ. അങ്ങനെ ഞമ്മ കയറിയിട്ടെല്ലാമായിട്ടായിട്ട് ബസ് സ്റ്റാൻഡിൽ കീഞ്ഞു. ബസ് സ്റ്റാൻഡിൽ കീഞ്ഞിട്ടായിട്ടാകുമ്പോൾ കഥ അറിയുന്നത് ഇനി ബസ്സില്ലാത്തത് കൊണ്ട് ഞമ്മ കുറേ സമയം അവിടെ നിന്ന് കുറേ വെള്ളമെല്ലാം കുടിച്ച് അങ്ങനെ ബയ്യ ഞമ്മക്ക് നമ്മളെ ഉമ്മാൻ്റെ കസിൻ്റെ ഒരു റിക്ഷ കിട്ടി. ഇതല്ല, ഇത് റിക്ഷയല്ല, ഇത് ലോറി. അങ്ങനെ ഞമ്മ എന്താക്കുന്നത് റിക്ഷയിൽ ഞമ്മ പോയി. അങ്ങനെ ഞമ്മ പെരുക്കെത്തി. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ്.